രാജമോഹൻ സാറേ, ഈ സന്ദേശം സിനിമയിൽ ശ്രീനിവാസൻ ശങ്കരാടിയോട് മീറ്റിംഗ് ഇരിക്കുമ്പോൾ നമ്മുടെ ബോബി കൊട്ടാരക്കര എന്ന് പറയുന്ന നടൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് തോറ്റു എന്നങ്ങ് ഭംഗിയായി പറഞ്ഞാൽ പോരെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് CPM CPIയും തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ എന്തുകൊണ്ട് തോറ്റു എന്ന് കണ്ടെത്താനും തിരുത്താനും പാർട്ടി തലത്തിലെ സംസ്ഥാനതല യോഗങ്ങൾ നടക്കുന്നു എന്നൊരു വാർത്ത കേൾക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് MP ഗോവിന്ദൻ്റെ മുന്നിൽ ഇരുത്തിക്കൊണ്ടാണ് ചർച്ചകളൊക്കെ നടക്കുന്നത്. എന്താണ് സാർ, എന്തുകൊണ്ട് തോറ്റു എന്ന് ചോദിച്ചാൽ എന്താണ് ഇവിടെ ഉത്തരം? ബാക്കി ഞാൻ വഴിയെ പറയാം. അതിൻ്റെ ഉത്തരമില്ലായ്മയാണ് ഉത്തരം. അതിന് വ്യക്തമായൊരു ഉത്തരം അവർക്കില്ല. അല്ല, ഇല്ല എന്നുള്ള പക്ഷേ എന്തുകൊണ്ട് തോറ്റു എന്ന് ഇപ്പോഴും അവർക്കറിയത്തില്ലെങ്കിൽ അവരെത്ര 1000 വർഷം ചർച്ച ചെയ്താലും അതിന് ഉത്തരം കിട്ടാൻ പോകുന്നില്ല. ഏത് കൊച്ചുകുട്ടിക്കും അറിയാം, CPMലുള്ളതോ അല്ലാത്തവർക്കും മറ്റു പാർട്ടികളിലുള്ള ലീഗിലുള്ളവർക്കറിയാം, SUCയിലുള്ളവർക്ക് വരെ ഇവർ തോറ്റതിൻ്റെ ഉത്തരം എല്ലാവർക്കും അറിയാം. പിന്നെ സംഘടനാപരമായ 2 കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനെക്കുറിച്ചുള്ള ലെനിൻ്റെ ഏറ്റവും വലിയ ഡെഫിനിഷൻ വെള്ളത്തിൽ മത്സ്യം എങ്ങനെ സഞ്ചരിക്കുന്നു, അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകൻ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ പറ്റണം, എങ്കിലേ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനാവുകയുള്ളൂ. പക്ഷേ ഇന്ന് വെള്ളത്തിൽ നിന്ന് എത്ര നേരമെങ്കിലും കരകയറി നല്ല കൊട്ടാരം പണിത് വലിയ കാറ് മേടിച്ച് അതിൻ്റെ അകത്ത് യാത്ര ചെയ്യുന്നതിനെപ്പറ്റി ആലോചിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകൻ. എത്ര വലിയ മണിമാളികയിൽ ജീവിക്കാം, എത്ര വലിയ മണിമാളികയിലാണ്, ഏത് വില കൂടിയ കാറിൽ സഞ്ചരിക്കാം, ഇതാണ് എന്ത് കൂടിയ ഭക്ഷണം കഴിക്കാം, ഇതാണ് ഇവരുടെ ചിന്താവിഷയം. ഇപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. കമ്മ്യൂണിസ്റ്റുകാരുണ്ടായിരുന്നെങ്കിൽ പണ്ടേ തിരുത്തൽ നടന്നേനെ. പക്ഷേ അത്തരം തിരുത്തലുകളെ അടിച്ചമർത്താൻ പറ്റുന്ന ആ രീതിയിലുള്ളൊരു സംഘടനാ മെഷീനറിയാണ് ഇവിടെ വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. ദൗർഭാഗ്യവശാൽ കഴിഞ്ഞൊരു 8-10 വർഷമായിട്ട് അല്ലെ ത്രിപുരയിലും ബംഗാളിലൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതായതോട്ട് എല്ലാ കാര്യങ്ങൾക്കും സാമ്പത്തികമായി കെട്ടിടത്തിൻ്റെ വാടക, കറണ്ട് ചാർജ്, ഇങ്ങനെയുള്ള അല്ലെ പോളിറ്റ് ബ്യൂറോ മെമ്പേഴ്സിൻ്റെ യാത്രാ ചെലവ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വഹിക്കുന്നത് ഏറെക്കുറെ കേരള സംസ്ഥാന ഘടകമാണ്. അപ്പോൾ കേരള സംസ്ഥാന ഘടകം എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. അപ്പോൾ പിണറായി വിജയൻ്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാനുള്ള ധൈര്യം ഇപ്പോൾ MA ഇവിടെ വന്നിട്ട് തിരിച്ചു പോകണ കാശ് അവരോട് ചോദിക്കണം. കേരളത്തിലെ സംസ്ഥാന കമ്മിറ്റി ചോദിക്കണം. സംസ്ഥാന കമ്മിറ്റി തന്നെ MP പോകുന്നതിനോ അല്ലെങ്കിൽ അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ AK സെൻറ്ററിന് കാശ് കൊടുക്കണം. ഇങ്ങനെ ആശ്രയിച്ച് നിൽക്കുന്നൊരു ഓൾ ഇന്ത്യ കമ്മിറ്റിക്ക് ഇവിടെ ഒരു തിരുത്തലുമായിട്ട് വരാനുള്ള യാതൊരു സാധ്യതയില്ല. അത്തരം സാധ്യത ഇല്ലായ്മയാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുമ്പിലുള്ളത്. പിന്നെ ഈ എന്തുകൊണ്ട് തോറ്റു എന്നതിലേക്ക് വരുമ്പോഴത്തേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു നേതൃത്വത്തിൻ്റെ അഭാവം. ഏത് യുദ്ധം ജയിക്കണമെങ്കിലും അത് പട്ടാള സൈന്യത്തിലാകട്ടെ മറ്റെവിടെയെങ്കിലും ആകട്ടെ അതിനൊരു നേതാവ് വേണം, ഒരു ലീഡർ വേണം. ലീഡർ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ സ്വയം പേടിപ്പിച്ചിട്ടില്ല, ജനങ്ങൾ സ്വയം അക്സെപ്റ്റ് ചെയ്യുന്ന നേതാവ്, ജനങ്ങൾക്ക് ഇഷ്ടമാവുന്ന നേതാവ്, ജനങ്ങളുടെ താല്പര്യം മനസ്സിലാക്കാൻ കഴിവുള്ള നേതാവ്. അച്യുതാനന്ദൻ്റെ കാലശേഷം അങ്ങനെയുള്ള നേതാക്കന്മാരില്ലാതെ പോയി. അത് സംഘടനാ തലത്തിലാണ് സാർ ഉദ്ദേശിക്കുന്നത്? സംഘടനാ തലത്തിലും സംസ്ഥാനത്തിൽ പാർലമെൻ്ററി തലത്തിലായിരുന്നു. പാർലമെൻ്ററി തലത്തിൽ ആ ധൈര്യം കൊടുക്കാൻ പറ്റുമോ? അത് രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങൾക്ക് കൊടുക്കണം. ഇപ്പോൾ VS സാധിച്ചു, ഒരു നയനാർക്ക് സാധിച്ചു, EMS അത്രയും സാധിച്ചു. അച്യുതമേനോൻ വേറൊരു സ്റ്റൈൽ. അച്യുതമേനോൻ പിണറായി വിജയൻ്റെ അത്രയും ഗൗരവവും ധാർഷ്ട്യമൊക്കെ ഉണ്ടായത് അച്യുതമേനോൻ ജനങ്ങളെ വെറുപ്പിച്ചില്ലെന്നേ. തീർച്ചയായിട്ടും അച്യുതമേനോൻ്റെ പെരുമാറ്റം സ്ട്രിക്റ്റ് ഗൗരവത്തോടെ കാണുള്ള കാര്യങ്ങൾ, തമാശയില്ല. പക്ഷേ അവിടെ ആ ഗൗരവത്തെ ഇല്ലാതാക്കുന്ന സിംപ്ലിസിറ്റി എന്ന് പറഞ്ഞ ഫാക്ടർ ഉണ്ടായിരുന്നു, ലാളിത്യം അച്യുതാനന്ദൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ബസ് എന്നിറങ്ങി തൃശ്ശൂർ ചെന്നിട്ട് നടന്നു പോകുന്നതിന് PKയ്ക്കും അച്യുതമേനോനും മടിയില്ലായിരുന്നു. പക്ഷെ മറിച്ച് പിണറായിയോ കാണാൻ പാടില്ല. അല്ല, പിണറായിയെക്കുറിച്ച് നമ്മൾ ഈ അടുത്തിടയ്ക്ക് ഒരു ചർച്ചയിൽ ഞാൻ കേട്ടത്, അതായത് പിണറായി വിജയൻ എന്ന് പറയുന്നത് ഈ ചടയൻ ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ അദ്ദേഹം ബസ്സിൽ കോഴിക്കോട് വന്ന് പാളയത്ത് നിന്ന് ബസ് കയറി അദ്ദേഹം പോകുമായിരുന്നു. പാർട്ടി കമ്മിറ്റിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ പോകുന്നതാണ്, ചടയൻ വീട്ടിൽ പോകുന്നതാണ്. രാത്രി 10 മണിക്കൊക്കെ ബസ് കാത്തിരിക്കുമായിരുന്നു. ആ സ്ഥാനത്ത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആകുന്നതിന് മുമ്പ് തന്നെ സ്വന്തമായ ഒരു അംബാസഡർ കാറിൽ സഞ്ചരിക്കുന്ന ആളായിരുന്നു പിണറായി വിജയൻ. കണ്ണൂർ. സാർ പറഞ്ഞോളൂ സാർ. ആർഭാടത്തിൻ്റെ സ്റ്റൈലിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോയപ്പോൾ പിണറായി വിജയൻ മാത്രമല്ല ആ രീതിയിലേക്ക് പോയത്. സെക്രട്ടേറിയറ്റ് മെമ്പർമാരെ, സംസ്ഥാന കമ്മിറ്റി മെമ്പർമാരെ, ജില്ലാ സെക്രട്ടറിമാർ, ഏരിയ സെക്രട്ടറിമാരും ബ്രാഞ്ച് സെക്രട്ടറിമാരെ, ലോക്കൽ LC സെക്രട്ടറിമാർ വരെ ആർഭാടത്തിൻ്റെ മാർക്കറ്റിലേക്ക് പോയി. അതറിയണമെങ്കിൽ ഇതിലൂടെ ഇപ്പോൾ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ പോയാൽ എത്ര പാർട്ടി ഓഫീസുകൾ സാറ് കണ്ടിട്ടുണ്ട്?
കണ്ടിട്ടുണ്ട്. ലക്ഷങ്ങളും കോടികളും മുടക്കി പണിതിരിക്കുന്ന പാർട്ടി. അല്ല, ഒന്ന് പൊളിഞ്ഞു വീഴാറായതുകൊണ്ട്. അപ്പോൾ അത് പണ്ടത്തെ കാലത്ത് ഈ ലക്ഷങ്ങളും കോടികളും മുടക്കി പണിതിരിക്കുന്ന പാർട്ടി ഓഫീസുകളെന്ന് പറയുന്നത് അതിൻ്റെ ശവകുടീരങ്ങളാണ്, പാർട്ടിയുടെ ശവകുടീരങ്ങളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിൻ്റെ ആവശ്യമില്ല. പിന്നെ വേറൊരു ഏറ്റവും പ്രധാനപ്പെട്ട കമൻറ്റ്, കമ്മിറ്റി കൂടാൻ വേണ്ടി സമയമുള്ള പാർട്ടി LCF കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി, ബ്രാഞ്ച് കമ്മിറ്റി, പിള്ളേരുടെ കമ്മിറ്റി, ഇങ്ങനെ ഇത്തരം കമ്മിറ്റികൾ കൂടി പാർട്ടി പ്രവർത്തനത്തിന് സമയമില്ല. എന്താ പാർട്ടി പ്രവർത്തനം? അല്ല സാർ, ഈ സംഘടനാ തലത്തിൽ സംഘടനയെ പരിപോഷിപ്പിക്കാൻ ആർക്കും താല്പര്യമില്ലാത്തതുകൊണ്ടാണ് CPM-ന്റെ 3 ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാരോ 5 ഏരിയ കമ്മിറ്റി സെക്രട്ടറി സംഘടനാ സെക്രട്ടറിയേക്കാളും ഏരിയ കമ്മിറ്റി സെക്രട്ടറിയേക്കാളും വലുതാണ് അവർക്കൊരു കോർപ്പറേഷൻ കൗൺസിലർ ആവുക എന്നുള്ളത്. അത്രയേ ഉള്ളൂ അവർക്ക് വില പാർട്ടിയെക്കുറിച്ച്, അല്ലേ? അല്ല, അത് ആ രീതിയിൽ പാർട്ടി വിദ്യാഭ്യാസം. വേറെ എന്തൊക്കെയാണ് സാർ ഇതിൽ കാണുന്ന മറ്റു കാര്യങ്ങൾ ഈ തോൽവിയെക്കുറിച്ച്? ഒന്ന്, ആദ്യം തന്നെ പറഞ്ഞു നേതൃത്വത്തിൻ്റെ അഭാവം. പിന്നെ ഇവർ കാണിച്ച പ്രവൃത്തികൾ, ആ പ്രവൃത്തികളുള്ള അല്ലെ സർക്കാരിൻ്റെയോ പോലീസിൻ്റെയോ ഇവരുടെ സംഘടനകൾ ആദ്യം ഞാൻ എടുത്ത് പറയും പൂക്കോട് വെറ്റിനറി കോളേജിൽ ആ പയ്യൻ്റെ കൊലപാതകം. പിന്നെ PPDB അവിടെ ചെന്ന് നവീൻ ബാബുവിനോട് പറഞ്ഞ കാര്യങ്ങൾ, ഇവിടുത്തെ പേര് മറന്നു, ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം മേയറായിരുന്നപ്പോൾ കാട്ടിക്കൂട്ടിയ വിക്രിയകൾ, ഇതെല്ലാം ജനങ്ങളുടെ മനസ്സിലുണ്ട്. ഇതും ഇല്ലാതായവരെ തിരുത്താൻ തയ്യാറാണായിരുന്നു. പിന്നെ പറയാൻ പറ്റാത്ത ഒത്തിരി രഹസ്യങ്ങൾ എല്ലാ വൃത്തികെട്ട കേസുകളിലും. സാർ, ഇതെല്ലാം ഉണ്ട്, ശരിയാണ്. പക്ഷേ സാർ, ഇതുവരെ ഞാൻ സാറിൻ്റെ വായിക്കുന്നത് കിട്ടുമെന്ന് വിചാരിച്ചത്, ഇതിനെല്ലാത്തിനും പുറമെ ഒരു മുഖ്യമന്ത്രിയെ, ജനകീയനായ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ്റെ മുഖം കാണുന്നത് പോലും ജനം ഇഷ്ടപ്പെടുന്നില്ല. ആ ഒരു ഫാക്റ്റ് ഒരു വലിയ ഫാക്റ്റാണ്. അത് CPM ഏത് കമ്മിറ്റിയിൽ പറയും, അങ്ങേയറ്റം ഒരു ബ്രാഞ്ച് കമ്മിറ്റിയിലെങ്കിലും പറഞ്ഞാൽ ഇവർ പാർട്ടിയോട് സ്നേഹമുള്ളവരാണെന്ന് ഒരു സാധാരണക്കാരനെന്ന രീതിയിൽ എനിക്ക് പറയാം. അവിടെയാണ് അച്യുതാനന്ദൻ്റെ അഭാവവും ഇതുപോലുള്ള കാഴ്ച രണ്ടും കൂടെ. സാർ, ഒരു മനുഷ്യൻ, സാർ ഞാൻ ഇത്രയും കൂടെ ചോദിക്കുക, ആക്ച്വലി ഇദ്ദേഹത്തെ കൊണ്ട് ഒരു വീട്ടിൽ വോട്ട് ചോദിക്കാൻ പോകാൻ തിരുവനന്തപുരം ജില്ലയിൽ ഏതെങ്കിലും നേതാക്കൾ നെഞ്ച് കൈവിട്ട് പറയുമോ നിങ്ങൾ കൂടെ വരും ഞങ്ങൾ വോട്ട് ചോദിക്കാൻ? ഇല്ല സാർ, പറയില്ല. കൊണ്ടുപോയാൽ പോലും ജനം തിരിഞ്ഞു നോക്കില്ല. നയനാരുടെ കാലത്ത് വരെ പോസ്റ്റർ ഉണ്ടായിരുന്നു. നയനാരുടെ പടം വെച്ച പോസ്റ്ററൊക്കെ ആയിരുന്നു, അച്യുതാനന്ദൻ്റെ പടം വെച്ച പോസ്റ്ററൊക്കെ ആയിരുന്നു. പിണറായിയുടെ പടം വെച്ച പോസ്റ്റർ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇലക്ഷന്? എവിടെയെങ്കിലും കണ്ട ഇലക്ഷന്? അതിൻ്റെ കാണാതെ. അപ്പോൾ പിണറായി അത്രമാത്രം ജനങ്ങൾക്ക് അസ്വീകാരനായി. സാർ, എന്തുകൊണ്ട് തോറ്റു എന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രി, സാർ ഈ പറഞ്ഞു വന്ന വരികൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം, മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റുകാരനായ മുഖ്യമന്ത്രിയാണെന്ന് എന്ന് മറന്നോ അന്ന് മുതൽ നിങ്ങളുടെ തോൽവി സ്വയം മറന്നു എന്ന് അദ്ദേഹം സ്വയം മറന്നു. അതിന് പറയുന്നൊരു കാര്യമുണ്ട്. ഈ രഹസ്യം എത്ര കൂടുന്നോ നമ്മുടെ മനസ്സിൻ്റെ ഭാരം കൂടും, അല്ലെ നമുക്ക് വട്ടുവരെ പിടിക്കും. ഇവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വ്യക്തിപരമായി രഹസ്യങ്ങൾ, ഭരണാധികാരി എന്നുള്ള രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ആളാണ് മുഖ്യമന്ത്രി. രഹസ്യങ്ങൾ പലതരത്തിലുണ്ട്. ഒന്ന് ചുറ്റുവട്ടത്ത് നമ്മുടെ കൂട്ടുകാരോടും നാട്ടുകാരോടൊക്കെ പറയാവുന്ന വിഷയങ്ങൾ, പിന്നെ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളോട് പറയാവുന്ന വിഷയങ്ങൾ, പിന്നെ അടുത്ത കുടുംബക്കാരോട് പറയാവുന്ന വിഷയങ്ങൾ, നമ്മുടെ അച്ഛൻ, അമ്മ, മക്കൾ, ഏറ്റവും ക്ലോസ് സർക്യൂട്ടിൽ പറയാവുന്ന ഈ രഹസ്യങ്ങളൊക്കെ പറയാൻ പറ്റും. പക്ഷെ നമ്മോട് പോലും പറയാൻ ഭയപ്പെടുന്ന പറയാൻ പറ്റാത്ത രഹസ്യങ്ങളുണ്ട്. ആ രഹസ്യങ്ങളുടെ കാവൽക്കാരനാണ് ആര്? പിണറായി. അത്ര ഒത്തിരി രഹസ്യങ്ങളുണ്ട്. ഇപ്പോൾ എക്സാലോജിക്കിൻ്റെ കാര്യം ചോദിച്ചാൽ ഒരു വലിയ രഹസ്യം പിണറായിക്ക് പറയാൻ പറ്റുമോ? അതറിയാം, പക്ഷെ പറയുമോ? ആ രഹസ്യം ഭാരം ആരുടെ തോളിലുണ്ട്? അത് പിണറായി വിജയനെ ഇങ്ങനെ. മാത്രമല്ല സാർ, ബാന്ധവം എന്ന് പറയുന്നത് നമ്മുടെ ചീഫ് എഡിറ്റർ TP നന്ദകുമാർ സാർ ഇന്നലെ നമ്മളൊരു വിഷയം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് തിരുവനന്തപുരം ജില്ലയിലെ ഈ കോർപ്പറേഷൻ BJPക്ക് തീരെഴുതി കൊടുത്തതാണ്. BJPക്ക് അറേഞ്ച് ചെയ്ത് കൊടുത്തു. അതിൻ്റെ ആ വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ പാറ്റേൺ നോക്കി അറിയാം. BJP ജയിച്ചിടത്തെല്ലാം 7000 താഴെ വോട്ടുകളും പല വാർഡുകളിലും. അങ്ങനെ 7000 മറ്റിടത്തൊക്കെ കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലെ കാര്യമാണ്. അപ്പോൾ അവിടുത്തെ അല്ല, പലയിടത്തും ഉണ്ടത്. പലയിടത്തും ഇതേ വന്നു. മറ്റേ സമയം UDF ഒക്കെ ജയിക്കുന്നിടത്ത്, അല്ലെ മത്സരിക്കുന്നിടത്ത്, കോൺഗ്രസ് മത്സരിക്കുന്നിടത്തും മറ്റേ കക്ഷികൾ മത്സരിക്കുന്നിടത്തും 12,000 13,000 വോട്ടാണ്. ആ 12,000 വോട്ടുണ്ട് ഇവിടെ 2 BJPക്കാരൻ 2 വാർഡ് BJPക്കാരൻ ജയിക്കുക. ഏതായാലും സാർ, കണ്ടെത്താനും തിരുത്താനും CPM തയ്യാറാകില്ല എന്ന് തന്നെ നമുക്ക് ധരിക്കാം. കാര്യം മുഖ്യമന്ത്രി പോലും, അതായത് മുൻപേ നടക്കുന്ന പശുവിനെ പോലെയാണ് പുറകെ നടക്കുന്ന പശുക്കൾ നടന്നു പോകുന്നത്. ആ തെറ്റ് തിരുത്താൻ മുഖ്യമന്ത്രി ഇതുവരെ തയ്യാറായിട്ടില്ല. അപ്പോൾ അദ്ദേഹം എന്തുകൊണ്ട് തോറ്റില്ല എന്ന് ചില ശാഠ്യക്കാരി കുട്ടികൾ പറയുന്ന പോലെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തോറ്റെന്ന് ആര് പറഞ്ഞു? തോറ്റില്ല. ഉണ്ണിയാർച്ച ചോദിച്ച പോലെ ആരെങ്കിലും ഉണ്ടാവുമെന്ന് അറിയത്തില്ല. ആണായ നീയും വിറയ്ക്കുന്നെന്തേ യുദ്ധത്തിന് പോകാൻ, അല്ലെ നാദാപുരത്തെ കലാപം അടക്കാനായിട്ട് നിനക്കെന്താ പേടിയെന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ ചോദിക്കാൻ പെണ്ണുങ്ങളെങ്കിലും ഉണ്ടാവും. ഇവിടുത്തെ പെണ്ണുങ്ങളും പോയി ചീത്തയായി. അല്ല സാർ, ഒരു കാര്യം കൂടെ, നമ്മൾ വെറുതെ മുഖ്യമന്ത്രിയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. MV ഗോവിന്ദൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി
സാർ ഒരു കാര്യം കൂടെ, ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ വസിക്കുന്ന ഒരുത്തനാണ് സാർ. CPM-ന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഒരു യുദ്ധക്കളം പോലെയാണ്. ഒരു കമ്മിറ്റി കൂടെ ആയിരിക്കുമ്പോൾ വാടാ പോടാ എന്ന് പറഞ്ഞ് തമ്മിലടിക്കാതിരുന്ന ഭാഗ്യം എന്ന് പറയാം. അവിടെയും ഈ പറയുന്ന ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അദ്ദേഹം വന്ന ശേഷം അവിടെ കരുനാഗപ്പള്ളിയിലും കൊല്ലത്തൊക്കെ അഡ്ഹോക് കമ്മിറ്റി അവരെ വെച്ചു. ആ അഡ്ഹോക് കമ്മിറ്റി ഇപ്പോഴും അഡ്ഹോക് കമ്മിറ്റി ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. സൂസൻ കോടിയും വസന്തരും തമ്മിലുള്ള തല്ല് അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒന്ന് മുഖ്യമന്ത്രി എന്ന രീതിയിൽ, ഭരണാധികാരി എന്ന രീതിയിൽ പിണറായി വിജയൻ എന്ന ബഹുമാനപ്പെട്ട പാർട്ടി നേതാവിൻ്റെ തോൽവി, മുഖ്യമന്ത്രിയുടെ തോൽവി. രണ്ട്, ഈ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ്റെ പരാജയം. അത് ഗോവിന്ദൻ എന്ന് പറഞ്ഞ ഇൻകാർണേഷനാണ്. പിണറായിയുടെ ഒരു വേറൊരു രൂപം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനൊന്നും പിന്നെ കാര്യം പണ്ടൊക്കെ സാറിനറിയാം, സാറിന് എന്നെക്കാളും ഈ രാഷ്ട്രീയമായിട്ട് കുറച്ചുകൂടെ അറിവുള്ള ഒരാളാണ്. കുറേ കൂടെ സാറിന് കാര്യങ്ങൾ അറിയാം. അവിടെ എല്ലാ കാലത്തും കാലാകാലങ്ങൾ ഭരണത്തിൽ CPM ഇരിക്കുമ്പോൾ ഒരു പിടിവള്ളി എപ്പോഴും പാർട്ടിയുടെ കയ്യിലുണ്ടായിരുന്നു. പാർട്ടിയായിരുന്നു നിയന്ത്രിച്ചത്. VS ഭരിക്കുമ്പോൾ അതിന്റെ സ്റ്റിയറിംഗ് ഇരുന്നത് പിണറായി എന്ന പാർട്ടി സെക്രട്ടറിയുടെ കയ്യിലായിരുന്നു. അനങ്ങാൻ പറ്റിയിട്ടില്ല. ഉദ്യോഗസ്ഥരെ നിശ്ചയിക്കുന്നത് പോലും അങ്ങനെയായിരുന്നു. അപ്പോൾ ആയതുകൊണ്ട് ഇവിടെ ഒരു പാർട്ടി സെക്രട്ടറിയോ ഒരു പാർട്ടിയോ ഈ ഭരണത്തെ നിയന്ത്രിക്കാൻ ഉണ്ടായിരുന്നില്ല. അത് തന്നെയാണ് തോൽവിക്ക് കാര്യമെന്ന് പച്ചയ്ക്ക് പറയാൻ ഒരു ബ്രാഞ്ച് അംഗത്തിന് പോലും ചങ്കൂറ്റുണ്ടാവില്ല. താങ്കൾ അവസാനം പറഞ്ഞത് ഇത് പിണറായി വിജയന്റെ മാത്രം പരാജയമല്ല, അല്ല, പാർട്ടിയുടെ സെക്രട്ടറിയുടെ തോൽവിയാണ്, സംഘടനാ സംഘടനാ സംവിധാനത്തിന്റെ ആകെ പരാജയം.